മുന്നണി മാറ്റ ചർച്ചകൾ നേതൃത്വം തള്ളിയെങ്കിലും ഇന്ന് ചേരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് ഉറ്റുനോക്കി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയതിനപ്പുറം മറിച്ചൊരു തീരുമാനമുണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് CPI-എം. കേരള കോൺഗ്രസ് എമ്മിനുള്ളിലെ UDF അനുകൂല വികാരം മറനീക്കുമെന്ന കണക്കൂട്ടിലാണ് കോൺഗ്രസ്. 11 മണിക്ക് കോട്ടയത്തെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. മണിക്കൂർ തോറും മാറ്റി പറയുന്ന സ്വഭാവം പാർട്ടിക്ക് ഇല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. ആ ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പോൾ പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? മുന്നണി വിടാൻ സഭാസമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് MLA പ്രമോദ് നാരായണൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ വിശദീകരണവുമായി എത്തിയത്. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുകയാണ്. മുൻപ് പറഞ്ഞതിന് അപ്പുറമായിട്ട് ഒരു തീരുമാന മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ ടോബിയോടൊപ്പം തന്നെ നമുക്ക് ഈ വാർത്തയുടെ ടോബി. ക്രിസ്tina ഹാഷ്മി, തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നിലപാട്, നേതാക്കളുടെ നിലപാടൊക്കെ ഇപ്പോൾ LDF-നൊപ്പമാണെന്നുള്ള ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പരസ്യമായി പറഞ്ഞ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ അവർ തയ്യാറല്ല. അതിനുള്ള കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഏത് മുന്നണിയിലാണേലും വിലപേശൽ കരുത്ത് എന്നുള്ളത് ഒരു നിർണായക കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ ആ വിലപേശൽ സാധ്യത അപ്പാടെ മങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റക്കെട്ടായിട്ട് എന്ത് തീരുമാനമെടുത്താലും അത് ഒറ്റക്കെട്ടായിട്ട് എടുക്കാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും LDF-നൊപ്പം നിൽക്കുമെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ 85ഓളം പേരാണുള്ളത്. ആ 85 പേരുടെ നിലപാട് എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയാകാൻ കാരണം ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായ ഭിന്നസ്വരമാണ്. അതായത് തദ്ദേശത്തിന് ശേഷം 2 പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് UDF-ലേക്ക് പോകണമെന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അതിനുശേഷം അതാണ് വലിയൊരു ചർച്ചയിലേക്ക് പോയത്. സഭ സമ്മർദ്ദവും ചെലുത്തി. UDF അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തു. ഒരു വിഭാഗം പിളർന്ന് UDF-നൊപ്പം വരുമോ എന്നുള്ള പ്രതീക്ഷ UDF നേതാക്കൾക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും അതുപോലെയുണ്ട്. ഇപ്പോഴും അവർ പ്രതീക്ഷ വെക്കാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പറഞ്ഞ ആ പ്രതികരണത്തിൽ, LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ ആ പ്രതികരണത്തിലെ 2 കാര്യങ്ങളാണ് UDF നേതാക്കൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അതിലൊന്ന്, കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണമെന്നുള്ള ആ ഒരു വാക്ക്. അതോടൊപ്പം തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ജോസ് കെ മാണി പറഞ്ഞതുമാണ് പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ 82 പേരടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മറ്റ് നേതാക്കൾ, താഴെത്തട്ടുള്ള നേതാക്കൾ അടക്കമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സഭാ നേതൃത്വം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക നേതാക്കളുമാണെന്ന് നേരത്തെ ജോസ് കെ മാണി തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേർ ഈ 82 പേർക്കുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഏകീകരിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജോസ് കെ മാണിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം ആളുകളും UDF-ന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും റോഷി അഗസ്റ്റിൻ കൂടി ഈ കാര്യത്തിൽ ഒരു മറുപടി ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നൽകുമെന്ന് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് LDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കണമെന്ന് കർശന നിർദ്ദേശം റോഷി അഗസ്റ്റിനും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നിലപാട് എന്താകും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ജോസ് കെ മാണി ഒരു അഭിപ്രായ ഏകീകരണത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം നടത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വില കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി അവർക്കുണ്ട്. കാരണം അധികാരത്തിന് വേണ്ടി മുന്നണി മാറുന്ന ഒരു പാർട്ടിയായി ചിത്രീകരിക്കപ്പെടും കേരള കോൺഗ്രസ് എം എന്നുള്ള ഒരു കാര്യം കൃത്യമായി ജോസ് കെ മാണി ഈ മീറ്റിംഗിൽ പറയും. റോഷി അഗസ്റ്റിനും പറയുന്നത് അതുകൊണ്ട് അത് തന്നെയാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള കാരണമില്ലാതെ മുന്നണി മാറുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് ഈ നേതാക്കൾ. അതൊരു ചോദ്യമാണ്. എന്ത് കാരണം പറഞ്ഞ് നമ്മൾ മുന്നണി മാറും എന്ന ചോദ്യം റോഷി അഗസ്റ്റിനെ അലട്ടുന്നുണ്ടെങ്കിലും ഇവിടെ സഭാ നേതൃത്വത്തിന് സമ്മർദ്ദമില്ല എന്ന് പ്രമോദ് നാരായണൻ പറയുന്നത് വെറുതെയാണ്. ഈ പറയുന്ന എന്താണ്, ഇപ്പൊ ഒരാഴ്ച മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ജോസഫ് പാമ്പ്ലാനി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. LDF-ൽ നിൽക്കുന്നതാണോ UDF-ൽ നിൽക്കുന്നതാണോ നല്ലത് എന്ന് കേരള കോൺഗ്രസും ആലോചിക്കണം എന്ന തരത്തിൽ പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കടുത്ത തിരിച്ചടിയുടെ പശ്ചാത്തലം അവിടെയുണ്ട്. 900 ചില്ലുവാൻ സീറ്റിൽ മത്സരിക്കുകയും 200 ചില്ലുവാൻ മാത്രം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുകയും വോട്ടിംഗ് ശതമാനം സംസ്ഥാനത്തുടനീളം കുത്തനെ ഇടുകയും ചെയ്തൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് മുന്നിൽ കൺസേണായി നിൽക്കുന്നുണ്ട് എന്ന് LDF-ഉം തിരിച്ചറിയുന്നില്ലേ ശ്രീജിത്ത്?
ഹാഷ്മി, കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി മാറ്റം സാധ്യമാകണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ കാരണം വേണം. ഒപ്പം തന്നെ മുന്നണി മാറ്റം നടത്തി UDF-ലെത്തി അലൈൻ ചെയ്യാനുള്ള ഒരു സമയവും വേണം. ഈ രണ്ട് കാര്യങ്ങൾ തട്ടിയാണ് മുന്നണി മാറ്റം തടസ്സപ്പെട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കേരള കോൺഗ്രസ് എമ്മിലെ ഭൂരിപക്ഷം നേതാക്കളിലും MLA-മാരിലും എല്ലാവരും UDF-ലേക്ക് മാറണമെന്ന അഭിപ്രായമുണ്ട്. അതിന് ഹാഷ്മി ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 900ഓളം സീറ്റുകൾ മത്സരിച്ചു, 200ഓളം സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. പാർട്ടി സംസ്ഥാനത്ത് വ്യാപകമായി ശോഷിക്കുന്ന സ്ഥിതിയുണ്ട്. ഇടതുപക്ഷത്തിലെ അണികളുമായിട്ടും ഇടതുപക്ഷത്തിന്റെ പ്രാദേശിക നേതൃത്വമായും ഇനിയുമുള്ള ഒരു കൃത്യമായ യോജിപ്പ് പലയിടത്തും ഉണ്ടായിട്ടില്ല. കോട്ടയത്തടക്കം പോലും ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാനായിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ അലട്ടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുൻനിർത്തി മുന്നണി മാറണം, അല്ലെങ്കിൽ LDF-നേക്കാൾ UDF-നോടാണ് സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിന് യോജിക്കാൻ കഴിയുന്നത് എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. 14 ജില്ലാ പ്രസിഡന്റുമാരിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ UDF മുന്നണിയിലേക്ക് പോകണം എന്ന അഭിപ്രായമുള്ളവരാണ്. MLA-മാരിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ജോബ് മൈക്കിളും കൃത്യമായ UDF അനുകൂല സമീപനമുണ്ട്. N ജയരാജ് പാർട്ടി ചെയർമാൻ എടുക്കുന്ന സമീപനം എന്താണെന്ന കാര്യം അതിനോട് യോജിക്കുമെന്ന നിലപാടുണ്ട്. എന്നാൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മാത്രമാണ് വിരുദ്ധമായ ഒരു സമീപനമുള്ളത്. 2010 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പെട്ടെന്ന് തന്നെ ഒരു കാരണവും പറയാതെ LDF-ൽ നിന്ന് UDF-ലേക്ക് ചേക്കേറിയ ഘട്ടത്തിൽ ആ വിഭാഗത്തിലെ സുരേന്ദ്രൻപിള്ള അടക്കമുള്ള ആളുകളെ പിടിച്ചു നിർത്തി ആ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞിരുന്നു. സമാനമായൊരു തന്ത്രമാണ് റോഷിയെ ഉപയോഗിച്ച് ഇപ്പോൾ LDF പയറ്റാൻ ശ്രമിക്കുന്നത് എന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കി ഒരു മുന്നണി മാറ്റം ജോസ് കെ മാണിയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.